Mama, eh? This hand carries this top. ഹായ് മച്ചു, ഞങ്ങളൊരു ഹംപി ട്രിപ്പാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഒരു ദിവസം കൊണ്ട് ഹംപി കാണാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. ട്രിവാൻഡ്രം നോർത്ത് നിന്നാണ് ട്രെയിൻ. ഹംപിയിലോട്ട് ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിനില്ല. ട്രിവാൻഡ്രത്ത് നിന്ന് മൈസൂർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോയത്. ട്രിവാൻഡ്രത്ത് നിന്ന് KSR ബാംഗ്ലൂർ വരെ ടിക്കറ്റിന് വിലയാകുന്നത് 455 സ്ലീപ്പറിന്. ഞങ്ങൾ അവിടെ രാവിലെ 8 മണിയായപ്പോൾ KSRലെത്തി. KSRൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് ഞങ്ങളുടെ ട്രെയിൻ രാത്രി 9:50 രാവിലെ മുഴുവൻ ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ഞങ്ങൾ അവിടെ എത്തിയ സമയമെന്ന് പറഞ്ഞാൽ പിങ്ക് ബ്ലൂസം പൂക്കുന്ന സമയത്താണ്. ഞങ്ങൾ രാവിലെ പോയി പിങ്ക് ബ്ലൂസം പൂത്തു നിൽക്കുന്നത് കണ്ട് ജെയിൻ ടെമ്പിളും കണ്ട് അവിടെ കറങ്ങി മൊത്തം നടന്ന് വൈകുന്നേരം 9:30 നമ്മൾ അവിടുന്ന് ട്രെയിൻ കയറി. KSRൽ നിന്ന് ഹോസ്പിറ്റൽ വരെ സ്ലീപ്പറിന് 260 രൂപയാണ് ആകുന്നത്. ഞങ്ങൾ KSR ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറി രാവിലെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ബാത്റൂമിലും പോയിട്ട് മുഖമൊക്കെ ഒന്ന് ഫ്രഷാക്കി നേരെ അടുത്ത ഓട്ടോയും പിടിച്ച് നേരെ ഞങ്ങൾ വിരുപക്ഷ ടെമ്പിളിലോട്ട് പോയി. ഓട്ടോയ്ക്ക് 300 അവർ ആദ്യം പറഞ്ഞത്. ഞങ്ങൾ വില പേശി 200 രൂപയ്ക്ക് ആക്കി. രാവിലെ തന്നെ ഞങ്ങൾ വിരുപക്ഷ ടെമ്പിളിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 14 കിലോമീറ്ററാണ് വിരുപക്ഷ ടെമ്പിളിലോട്ട്. രാവിലെ മൊത്തം അവിടെ നടന്ന് അവിടുത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ സമയം ചെലവഴിച്ചു. കർണാടകയിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ചരിത്രപ്രസിദ്ധമായ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ ഹംപി. കർണാടകയിലെ തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഈ ഹംപി എന്ന സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത്. 14-ാം നൂറ്റാണ്ടിൽ കല്ലുകൊണ്ടും ഉളികൊണ്ടും മാത്രം അവർ സൃഷ്ടിച്ചു എന്നത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. വിരുപക്ഷ ടെമ്പിളിനകത്തുള്ള ഒരു കല്ലാണിത്. ഇതിൽ ഞങ്ങൾ കൈവച്ച് ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടക്കുമെങ്കിൽ ഇത് തിരിയുന്നതായിട്ട് അനുഭവപ്പെടുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. രാവിലെയും വൈകുന്നേരമാണ് ഹംപിയെ നിങ്ങൾക്ക് അതിമനോഹരമായി കാണാൻ സാധിക്കുന്നത്. ഇത് വിരുപക്ഷ ടെമ്പിളിനകത്തുള്ള ഒരു കാഴ്ചയാണ്. ആ ഹോൾ വഴി അമ്പലത്തിൻ്റെ പ്രതിബിംബം മിറർ എഫക്റ്റായിട്ട് നമുക്ക് അവിടുത്തെ ചുമരിൽ കാണാൻ പറ്റും. ഒരു ലെൻസ് പോലും ഇല്ലാതെ ഇതെങ്ങനെ സാധിക്കുന്നത് അത്ഭുതമാണ്. ഇവിടെ നിങ്ങൾക്ക് സന്ദർശിക്കാൻ വേണ്ടി സൈക്കിൾ ലഭ്യമാണ്. ഞങ്ങൾ വിരുപക്ഷയിൽ നിന്ന് ഫോട്ടോ പിടിച്ച് നേരെ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളിലോട്ടാണ് അടുത്തതായി പോയത്. ഈ അമ്പലം പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ് മൂടിക്കിടക്കുന്നത്. ഇതിനകത്ത് നിറയെ വെള്ളമാണ്. ഈ വെള്ളത്തിൽ ആരും ഇറങ്ങുന്നത് കണ്ടില്ല. എല്ലാവരും പുറത്തു നിന്നാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ ഈ വെള്ളത്തിൽ ഇറങ്ങി അകത്ത് മൊത്തം കയറി. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ആരും ഈ വെള്ളത്തിൽ ഇറങ്ങാറില്ലെന്ന്. അപ്പോൾ തന്നെ വെളിയിലോട്ട് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ ലോട്ടസ് മഹൽ, പിന്നെ ക്യൂൻസ് ബാത്ത്, അത് കഴിഞ്ഞ് പുഷ്കരണി, മഹാനവമി ഡിബ്ബ, എലിഫന്റ് ടോംബ് എന്നിവയെല്ലാം കാണാൻ പോയി. ഇതെല്ലാം ഏകദേശം 1-2 കിലോമീറ്റർ അടുത്താണ്. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പ്ലേസായ വിത്തള ടെമ്പിളിലോട്ടാണ് പോയത്. അവിടെയാണ് 50 രൂപ നോട്ടിലുള്ള വിഷ്ണുവിൻ്റെ വാഹനമായ ശില്പം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളെ കൊണ്ടുവന്ന ഓട്ടോക്കാരൻ വിത്തള ടെമ്പിളിൽ ഇറക്കിയിട്ട് എന്തോ ഹോസ്പിറ്റൽ കേസുണ്ട്, അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞ് ഒരു നൈസായിട്ട് സ്കൂട്ടാവാൻ നോക്കി. പുള്ളിക്കാരൻ പറഞ്ഞത് ഇതിൻ്റെ പുറകു വഴി 1 കിലോമീറ്റർ നടന്നാൽ വിരുപക്ഷ ടെമ്പിളിലെത്തും, അവിടെ നിങ്ങൾക്ക് ബസ് പിടിച്ച് പോകാമെന്നാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ കേട്ടപ്പോഴൊന്നും വിശ്വസിച്ചില്ല. ഇയാൾ ഉടായ്പ കാണിച്ച് നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച. പക്ഷേ അതിൻ്റെ പുറകു വഴി നടക്കുമ്പോഴുള്ള കാഴ്ചകൾ അത് കാണേണ്ടതാണ്. സിനിമയിൽ പറയും പോലെ ഹംപി നമുക്ക് ആരും കാണിച്ചു തരേണ്ടല്ല, അത് നമ്മൾ സ്വയം കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്ന പോലെ അതിൻ്റെ പുറകു വഴി നടക്കുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമാണ്. ഞങ്ങൾ തുംഗഭദ്ര നദിയുടെ സൈഡ് വഴി നടന്ന് നേരെ നമ്മൾ വിരുപക്ഷ ടെമ്പിളിലെത്തി. ലക്ഷ്മിക്കുട്ടിയുടെ അനുഗ്രഹം വാങ്ങിച്ച് ഞങ്ങൾ വൈകുന്നേരം ഓട്ടോ പിടിച്ച് നേരെ നമ്മൾ ഹോസ്പിറ്റൽ ജംഗ്ഷനിലോട്ട് തിരിച്ചു പോയി. അവിടെ നിന്ന് ഇന്ന് രാത്രി ട്രെയിനിൽ അടുത്ത ലൊക്കേഷനായ ബദാമിയിലോട്ടുള്ള അടുത്ത യാത്രയാണ്. അതുകൊണ്ട് ലക്ഷ്മിക്കുട്ടിക്ക് ഒരു ടാറ്റ കൊടുത്ത് അപ്പം തന്നെ നമ്മളവിടെ സ്ഥലം വിട്ടു.